Guys, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഈ ഓണം ഡേയിൽ നമ്മളിപ്പം ഒരു വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂരിലെ ഫ്രൂട്ട്ബേയുടെ കൂടെയാണ്. അപ്പം ഇതിൻ്റെ മേലെയാണ് ഫ്രൂട്ട്ബേ ആക്ച്വലി. അപ്പം അവിടുത്തെ സ്പെഷ്യൽ ഉണ്ട്, ഓണം സ്പെഷ്യൽ പാലട സൺഡേ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മേലെ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മളിത് ഫ്രൂട്ട്ബേൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പം അവർ ഇതിൻ്റെ മെനു കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി നടക്കുന്നത് നമ്മുടെ പാലട സൺഡേ ആണ്. 180 റുപ്പീസാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പം ഇവിടെ കറൻ്റ്ലി ഫലൂഡ ഫെസ്റ്റിവൽ ഓൺഗോയിങ് ആണ്, നടക്കുന്നുണ്ട്. അപ്പം കുറേ വെറൈറ്റീസ് ഓഫ് വെറും ഫലൂഡയുടെ മാത്രം മെനു ആണ്. അപ്പോൾ കുറേ വെറൈറ്റി ഉണ്ട്. ബെറി ഫലൂദ, സിഗ്നേച്ചർ ഫലൂദ, ടെൻഡർ കോക്കനട്ടിലുണ്ട്, ഡബിൾ ചോക്ലേറ്റിലുണ്ട്. അപ്പം കുറേ മോഡൽസ് ഉണ്ട്, വെറൈറ്റി ഓഫ് ഫലൂദാസ് ഉണ്ട്. അപ്പം ഇതും അവർ തന്നിട്ടുണ്ട്. ഫലൂഡ ഫെസ്റ്റിവൽ അപ്പോൾ ഇപ്പോൾ ഓൺഗോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ കാഷ്വൽ ആയിട്ടുള്ള ഇവിടുത്തെ മെനൂസിൻ്റെ ഇതാണ്. അതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. പ്യുവർ ഫ്രഷ് ജ്യൂസസ് ഉണ്ട്, പിന്നെ കോക്കനട്ട് ബ്ലെൻഡ് വിത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട് മിൽക്ക് ഉണ്ട്, മിൽക്ക് ഷേക്സ് ഉണ്ട്. അപ്പം ഒരുപാട് വെറൈറ്റീസ് ഓഫ് സൺഡേസ്, ഫ്രൂട്ട് കോക്ടെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പാലട സൺഡേന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് പാലട സൺഡേ ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാലട സൺഡേ ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഓണം സ്പെഷ്യൽ, ഓണം ഡേ ആയതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ പാലട സൺഡേ ട്രൈ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാലട സൺഡേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ പാലട സൺഡേ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മേലെ ഇപ്പം ശർക്കരയുണ്ട്, ചിപ്സ് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു അടിയിൽ പാലട, പിന്നെ ഫില്ലിങ് വനിലയാണല്ലേ. എന്താ ഫില്ലിങ് എന്തൊക്കെയാ? ഓക്കെ, വനില ഐസ്ക്രീമും സ്പാനിഷ് കുൽഫിയും ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഒന്നും കിട്ടുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പാലടേൻ്റെ ടേസ്റ്റാണ് മേലെ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു ക്രഞ്ച് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. പറഞ്ഞാൽ ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി വാനിലയും കുൽഫീൻ്റെ മിക്സാണ്. വാനില ഐസ്ക്രീം പ്ലസ് കുൽഫി. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പാലടയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പാലട പായസം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സംഭവം അടിപൊളിയായിട്ട് നല്ല റിച്ച് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്ബേയിൽ എത്തിയാൽ ഞങ്ങളുടെ തൊട്ട പിന്നിലിരിക്കുന്ന ഒരു ഫാമിലിയിലുണ്ട്. ഒരു കുഞ്ഞു വാവയാണ്. ഇത് അങ്ങോട്ട് നോക്കി, എന്നെ നോക്കുന്നത് കുഞ്ഞു വാവയാണ്. അപ്പം വാവയുടെ വന്നിട്ടുണ്ട്. അതൊരു ഹായ് പറഞ്ഞോ. എന്താ അവിടെ അവിടെ അതാ അവിടെ അങ്ങോട്ട് നോക്ക്. ഐസ്ക്രീം കുറച്ച് മുന്നോട്ട് വെക്കാതെ കുട്ടി അങ്ങോട്ട് നോക്കുമോ? ഇരിക്കാൻ നോക്കുന്നില്ല. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് അവിടെ. എൻ്റെ വ്യൂവേഴ്സിന് ഒരു ഹായ് പറ. ഹായ്. നിന്റെ പേരെന്താ? എന്താ പേരെന്താ? എന്താ പേര്? മുഹമ്മദ് എന്നാ പേര്. ഐശ്വര്യ ഹർഷിത. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു ഫാമിലി ഇങ്ങനെ ഞങ്ങളുടെ വീഡിയോ ചെയ്യുന്നതായിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ വാവേനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരിവിടെ കണ്ണൂർ തന്നെയാണ്. അപ്പോൾ അവർ ടെൻഡർ കോക്കനട്ടും വേറെ എന്തോ ട്രൈ ചെയ്തത്. അപ്പോൾ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പം കുഞ്ഞു വാവ അപ്പം ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചു, അത് അവർ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു സംഭവമാണ്. അപ്പം അവരെല്ലാ വീഡിയോസും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്ബേന്ന് പാലട സൺഡേ കഴിച്ചതായി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി സൺഡേ ആയിരുന്നു, നല്ല റിച്ച് ആയിരുന്നു. അപ്പം നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പം കണ്ണൂർ ഫ്രൂട്ട്ബേയിൽ ഞാനൊരു സെക്കൻഡ് ടൈമാണ്. ഞാൻ ഫസ്റ്റ് ഇനോഗ്രേഷൻ്റെ ടൈമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്റ്റാഫ്സൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ്. അപ്പം ഞങ്ങളിനി നെക്സ്റ്റ് വേറൊരു ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ്
ലൊക്കേഷൻ ഇവിടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഓണം ഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങൊരു എൻഡിങ് ആയിട്ടുള്ള ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് ഫാമിലിയും ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പം ഉച്ച സമയം എല്ലാവരും ഫുഡൊക്കെ അടിച്ച് ബീച്ച് വ്യൂ കാണാൻ വേണ്ടി വന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഇന്ന് ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റാണ്. സ്വതവേ ഈ ടൈമൊക്കെ ഇവിടെ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര ഡൗൺ ആണ്. അപ്പം ഒന്നാമത് മഴ ഉള്ളതുകൊണ്ടാണ്. രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് ബീച്ചിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പയ്യാമ്പലം ഇവിടെയുള്ള കൃഷ്ണ ബീച്ച് റിസോർട്ടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇതുപോലെ കുറേ റിസോർട്ട്സ് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് കുറേ ട്രാവലേഴ്സും ടൂറിസ്റ്റൊക്കെ വരുമ്പം എല്ലാവരും ഇവിടെ നിന്നിട്ടാണ് ബീച്ച് വ്യൂ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നത്. അപ്പം നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഓരോ റിസോർട്ടിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നത്. ഡയറക്റ്റ് ബീച്ചിലേക്കുള്ളൊരു വ്യൂ ആണ്. അപ്പം നല്ലൊരു കാമായിട്ടുള്ള എന്താ പറയുക ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നല്ല ശാന്തമായ ഒരു ഇതാണ്. അപ്പം ഇങ്ങനെ കുറേ റിസോർട്ട്സ് ഉണ്ട് ഇതിൻ്റെ കൂടെ. അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കൃഷ്ണ ബീച്ച് റിസോർട്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പയ്യാമ്പലം ബീച്ചിൻ്റെ മെയിൻ ഒരു എൻട്രൻസിലാണ് ഉള്ളത്. അപ്പം ഇപ്പോൾ സമയം ഉച്ച 3:20 അപ്പോൾ സ്വതവേ ഈ ടൈമൊന്നും ഇവിടെ ആരും ഉണ്ടാവാറില്ല. പിന്നെ ഇന്ന് ഓണായതുകൊണ്ടും പിന്നെ എല്ലാവർക്കും ലീവുമാണ്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇവിടെ ബീച്ചിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് ഒത്തിരി പേര് ഇപ്പോൾ ഇത് കൂട്ടം കൂടി നിൽക്കുന്നത്. ഇവിടെ ഒരു ബോട്ട് റൈഡ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 6 ആളെയോ 8 ആളെ വെച്ചിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഇത് ഫുള്ള് നിൽക്കുന്നത്. ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ആയിട്ട് ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പം എന്താ പറയുക ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു 4, 5, 6 മണിയാകുമ്പോഴേക്കും ഇവിടെ അടുക്കാൻ പറ്റില്ല. അത്ര റഷായിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് കുറച്ച് ടൈം കഴിയുമ്പോൾ. ഇപ്പം തന്നെ ഒരു ഹാഫ് പോർഷൻ ഒരു കവേർഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പം നമുക്കതൊന്ന് കാണാം. അവിടെ ബോട്ട് വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുറേ പേരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അതിപ്പോൾ സ്റ്റാർട്ട് ആവുകയെന്ന് ഒരു ടീമിനെ കേട്ടിട്ട് അതിപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽ നമുക്കൊന്ന് കാണാം. അവർ അടുത്ത ടീമിനെ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബോട്ട് റൈഡ് നടക്കുന്നുണ്ട് എന്ന്. അപ്പം ഇപ്പം കുറച്ച് കുറവായതുകൊണ്ടാണ് ഒരു ബോട്ട് മാത്രമേ അവർ ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ബോട്ട് ഇതാണ്. അതിവിടെ ഇറക്കാണ്ട് വെച്ചിട്ടാണുള്ളത്. ഒരു 5, 6 മണിയാകുമ്പോൾ ഇതും കൂടി അവർ അങ്ങോട്ടേക്ക് ഇറക്കും. കാരണം അത്ര തിരക്കുണ്ടാവും. ഇപ്പോൾ 2 ബോട്ട് എന്തായാലും വേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല ഈ ഒരു സൈഡ് ഫുള്ള് കണ്ടിന്യൂ ആയിട്ട് വാക്ക് വേ ആണ്. അപ്പം ഒരുപാട് പേര് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ചെറിയ ഷെഡ് പോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സൈഡിലായിട്ട്. അപ്പോൾ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട്. കുറേ പേര് പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങനത്തെയോളം നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓണായി നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സൈഡിലൊക്കെ ഒരുപാട് ഷോപ്സും കുഞ്ഞു കുഞ്ഞു സ്റ്റാൾസും എല്ലാം ഉണ്ട്. അപ്പം എന്താ പറയുക പോപ്കോൺ കഴിക്കാം, ഐസ്ക്രീം കഴിക്കാം, എല്ലാം അവൈലബിൾ ആണ്. നല്ല ചൂട് കല്ലുമ്മക്കായി കടുക്ക അങ്ങനത്തെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം ഇതിപ്പം മൊത്തമായിട്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഈ ഒരു റഷും തിരക്കും കാര്യങ്ങളും ഇവിടുത്തെ വിഷ്വലൊക്കെ. അപ്പം ഞങ്ങൾ ഈ ഓണം സ്പെഷ്യൽ ഡേ ഓണം ഡേയിൽ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം കുറേ പേര് മുന്നത്തെ വ്ളോഗിൽ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ വോയിസിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ആ ടൈം ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത് ഒരു ബ്ലൂടൂത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരുന്നത് വോയിസ് റെക്കോർഡിങ്. അപ്പം അതിനുശേഷം ഞങ്ങളിത് എല്ലാവരും പറഞ്ഞതുകൊണ്ടൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് വ്ളോഗിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൈക്കൊക്കെ മേടിച്ച് ഇപ്പോൾ വോയിസൊക്കെ അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ എല്ലാവരുടെ സജഷനും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.